അതെ ഗൈസ്, അപ്പോൾ നമ്മൾ നിന്റെ മാമാടെ മോൻ്റെ കല്യാണത്തിന് പോവുകയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ബീബിയും ബൊമ്മൂസും കമ്മണി കിങ്ങണി എല്ലാവരും ഉണ്ട് ഗൈസ്. ഓട്ടോയിൽ കയറിയപ്പോൾ എനിക്കാണെങ്കിൽ ഒടുക്കത്തെ സൗന്ദര്യം ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ മാമിയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ്ട് കിങ്ങണി കമ്മണി ഓടി വന്നിട്ട് ഫോട്ടോ എടുത്തരാൻ പറഞ്ഞു ഗൈസ്. പിള്ളേരെ നേരെ അതേ സ്റ്റെപ്പിൽ പറഞ്ഞിട്ട് നേരെ കിച്ചണിൽ വന്നപ്പോൾ വലിയമ്മ ഇവിടെ നിൽക്കുന്നു ഗൈസ്. നിങ്ങളെപ്പോൾ വന്ന്? ഞാൻ വന്നിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. ഇതൊക്കെ എന്ത് കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗിൽ കണ്ട താരമാണ്. വലിയമ്മ ഭയങ്കര പൊതുമ്മ. വലിയമ്മ അടുത്ത പ്രാവശ്യം കെട്ടിച്ച് വിടും. പിന്നെ എപ്പോഴത്തേയും പോലെ ചാടിപ്പടിച്ച് നേരെ റൂമിൽ ചെന്നിട്ട് കണ്ണാടി നോക്കി നാത്തൂൻ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ സൗന്ദര്യം നോക്കിയപ്പോഴത്തേക്ക് ചെറുക്കൻ ഇവിടെ നിൽക്കുന്നു. ചേച്ചി ഊണെടുക്കട്ടാ? ഊണാണോ ബിരിയാണിയാണോ? കല്യാണ വീട്ടിൽ നിന്ന് ഒരു ഉളുപ്പില്ല, ടേബിളിൽ കയറിയിരുന്നു. എന്നെ നോക്കണി, ബീവി നോക്കിയ ബീവി പെണ്ണാണ് ഇരിക്കുന്നത്. ചേട്ടാ പുട്ടോ ഏത്തപ്പഴം എന്താണെന്ന് വെച്ചാൽ വേഗം അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തേ. പിന്നെ വിശക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കണ്ട വിശന്നോണ്ട് ഞാൻ എൻ്റെ അപ്പവും കടലക്കറി എടുത്ത് കഴിച്ചു, പിന്നെ ഒരു പഴവും കഴിച്ചു. പിന്നെ എൻ്റെ താത്തിയുടെ കൊച്ചൊന്നും അവരോട് സെൽഫി എടുത്തപ്പോൾ എൻ്റെ വലിയമ്മ പോണു. നിങ്ങൾ കിടന്ന് കറങ്ങാതെ പോകണം. എന്റെ സുട്ടുമണി വന്നപ്പോഴത്തെ സുട്ടുമണിയുടെ ഒടുക്കത്തെ എക്സ്പ്രഷൻ. പിന്നെ അവൻ കരഞ്ഞപ്പോഴത്തേക്ക് ഡാൻസ് കളിച്ച് കരച്ചിൽ മറ്റി ഗൈസ്. പിന്നെ ടൈം ആയപ്പോഴത്തെ ചാടിപ്പടിച്ച് ഇറങ്ങിയപ്പോൾ വാപ്പച്ചു വെളിയിരിക്കുന്നു. വാപ്പച്ചിയുടെ സെൽഫി എടുത്തിട്ട് നമ്മൾ നേരെ ബസ്സിലോട്ട് കയറി പോകണം ഗൈസ്. ബസ്സിൽ നമ്മൾ ഏറ്റവും ബാക്ക് സീറ്റിൽ പോയിരുന്നു. നമ്മൾ പണ്ടോട്ടെ ബാക്ക് സീറ്റിന്റെ ആളാണ് ഗൈസ്. പാട്ടും കേട്ട് നമ്മൾ കണ്ട ഓഡിറ്റോറിയത്തിൽ എത്താൻ അറിഞ്ഞില്ല. ഓഡിറ്റോറിയത്തിൽ ടൈം ആയപ്പോഴത്തെ ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ട് പെണ്ണ് വരുന്നു. പെണ്ണ് വന്നുകൊണ്ട് ചെറുക്കനോ കൊണ്ടുപോകുന്ന ഈ ഒരു നിമിഷം ഉണ്ടല്ലോ ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കട കല്യാണം കഴിയുമ്പോഴത്തെ. പിന്നെ ഒരു സന്തോഷം കൊണ്ടുണ്ടായിരുന്നു, നാത്തൂനെ കെട്ടിയുണ്ട് സന്തോഷം. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു വിഷമം ഗൈസ്. പത്തുള്ളൂ. ബൈ.